മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ബാലൻ പറഞ്ഞു, മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്ന്. അതായത് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്ന്. ഗോവിന്ദൻ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെ പദ്ധതി മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇതിനെ എതിർക്കാൻ VD സതീശൻ തയ്യാറാണോ എന്ന് വരെ അദ്ദേഹം ചോദിക്കുന്നു. പക്ഷെ ഇതെല്ലാം പ്രഹസനമാണ്. ഇപ്പോഴിതാ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംഘടന മലർവാടി ചിത്രരചന എന്നുള്ള നിലയിൽ ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. എല്ലാ സ്കൂളുകളിലും ഇത് നടത്താൻ പോകുന്നു. ഇത് നടത്തണമെങ്കിൽ സർക്കാരിൻ്റെ അനുവാദം വേണം. അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമി മലർവാടി ചിത്രരചനാ മത്സരം നടത്തുമ്പോൾ അതിന് ഈ സർക്കാർ സമ്മതം കൊടുത്തു എങ്കിൽ അവർ ഈ പ്രസ്ഥാനത്തെ അനുകൂലിക്കല്ലേ? കൊച്ചു കുട്ടികളെ നമുക്കറിയാം, ഇതിനകത്ത് പങ്കെടുക്കണമെങ്കിൽ ഇവരുടെ പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു 20% മിനിമം കുട്ടികളുടെ പേര്, അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ കിട്ടും. അത് നമ്മുടെ രാജ്യത്തിന് വളരെയേറെ ദോഷം ചെയ്യുമെന്നുള്ളതൊരു വസ്തുതയാണ്. ഈ വിവരമെല്ലാം അറിയാവുന്നവരാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാം. പക്ഷേ ഇത് സംഭവിക്കാൻ പോവുകയാണ്. ഇതിനെ ആരും എതിർക്കുന്നതുമില്ല. സതീശൻ എതിർക്കുന്നില്ല, ഗോവിന്ദനും എതിർക്കുന്നില്ല. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ്. പണ്ട് നമുക്ക് അറിയാം, പോപ്പുലർ ഫ്രണ്ടിന് ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ആ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളെ കൊണ്ട് ഇതര മതവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന കുട്ടികളെ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, തങ്ങളുടെ മതമാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞ് അവരെ ധരിപ്പിക്കുക, അവരെ സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ലക്ഷ്യം. വൈക്കത്തെ അശോകൻ്റെ മകളായ അഖിലയെ സഹോദരിമാരായ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ 2 മുസ്ലിം പെൺകുട്ടികളാണ് ഹാദിയാക്കി മാറ്റിയതും. പിന്നീട് നമ്മുടെ രാജ്യത്ത് നടന്ന കോലാഹലങ്ങൾക്കും എല്ലാവർക്കും അറിയാം, സ്വന്തം അമ്മയുടെ മരണത്തിന് പോലും പങ്കെടുക്കാനൊക്കാത്ത അത്ര തീവ്രവാദത്തിലേക്ക് അഖില എന്ന ഹാദിയ മാറിപ്പോയ ചിത്രവും നാം കണ്ടതാണ്. ഇതും വളരെ ഡേഞ്ചറസ് ആണ്. ഇവിടുത്തെ ഇടത് വലത് ശക്തികൾ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ നിൽക്കുന്ന ദേശവിരുദ്ധ ശക്തികളാണ്.